ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 4 ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവയും 1 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ വീതം വലിയ ജീരകവും ചെറിയ ജീരകവും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനിപ്പോൾ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ശർക്കര ചൂടോടെ തന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. അതിനിപ്പോൾ ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു തേങ്ങാ കൊത്ത് ആ നെയ്യിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ചട്ടിയിലേക്ക് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. നെയ്യിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ഉണ്ണിയപ്പത്തിന്. 3/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അടിഭാഗം ഒന്ന് വേവായാൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് ആ ഒരു ഭാഗവും നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.